ഹായ് ഫ്രണ്ട്സ്, ആർ ടീമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ FV മോണ്ടിയലിൻ്റെ HPS 300 ബൈക്കിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ്. അതായത് ഞാനിത് ലുലു മാളിൽ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാനിടയായി, കാരണം അവിടെ പ്രിവ്യൂവിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് ആഗ്രഹിച്ചു. സംഭവം ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ട് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ അസംബിൾ ചെയ്ത് വരുന്ന ബൈക്കാണ്. ഏകദേശം ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് 3,41,000 രൂപ എന്നാണ് അവർ പറഞ്ഞത്. ഇത് ഓൺ റോഡ് പ്രൈസിലേക്ക് വരുമ്പോൾ ഏകദേശം 4,29,200 രൂപയാകുമെന്നാണ് അവർ പറഞ്ഞത്. അതായത് ഇത് 300 cc എന്നാണ് പറയുന്നത്, പക്ഷേ ഏകദേശം കിട്ടുന്നത് 249 cc ആണ് ഇതിന് കിട്ടുന്നത്. ഇതിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് ലിക്വിഡ് കൂള് എൻജിനാണ് വരുന്നത്. പവർ ഏകദേശം 22 to 24 bhp ആണ് വരുന്നത്. അത് ഏകദേശം 9,000 RPM സ്പീഡിൽ വരും. ടോർക്ക് 22 Nm ആണ് വരുന്നത്. ലിക്വിഡ് കൂളാണ്. ഇതിൻ്റെ മെയിനായിട്ട് എനിക്കിത് കണ്ടതിൽ നിന്നും എനിക്ക് ഫീൽ ചെയ്തത് ഒരു റീട്രോ ടൈപ്പ് വണ്ടിയാണ്. പക്ഷെ നമുക്ക് എന്താണ് ഹൈറ്റ് കുറവുള്ളവർക്ക് ഓക്കെയാണ്. ഞാനിതിൽ ജസ്റ്റ് ഒന്ന് കയറിയൊക്കെ ഇരുന്ന് നോക്കി. പക്ഷേ നമുക്ക് എനിക്ക് ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് ഉള്ളവർക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കാല് കുറച്ച് പൊങ്ങിയിരിക്കും. പിന്നെ ഇതിൻ്റെ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സാധനം നമുക്ക് ഇതിൻ്റെ സൈലൻസർ നമുക്കിപ്പം എക്സോസ്റ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ സൈഡിലാണ് പിടിപ്പിച്ചേക്കുന്നത്. അത് എത്രത്തോളം പോസിബിളാണ്, കാരണം എനിക്ക് ഇരുന്നിട്ട് കാലൊന്നും തട്ടുന്നില്ല. പക്ഷേ എന്തോ നമുക്ക് ഒരു കംഫർട്ടബിൾ ഇല്ലാത്ത, കാരണം പൊള്ളുക എന്നുള്ളൊരു പേടിയുള്ളത് പോലെ. ചിലപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. എന്തായാലും നമ്മുടെ കാലൊന്നും തട്ടാൻ പോകുന്നില്ല. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ വീലുകളൊക്കെ സ്പോക്ക് ടൈപ്പാണ് ഒറിജിനൽ വരുന്നത്. ഫ്രണ്ടും ബാക്ക് ബ്രേക്കും ഡിസ്ക് ബ്രേക്കാണെന്നാണ് പറഞ്ഞത്. ഏകദേശം അതായത് ABS സപ്പോർട്ടിലുള്ള ഡിസ്ക് ബ്രേക്കാണെന്നാണ് പറഞ്ഞത്. പിന്നെ 135 കിലോ വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്. അതുകൊണ്ട് നമുക്ക് വലിയ കൺട്രോൾ കിട്ടുമെന്നാണ് വണ്ടി പറയുന്നത്. പിന്നെ ഏകദേശം പെട്രോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്ന 9 ലിറ്ററാണ്. മൈലേജിൻ്റെ കാര്യത്തിൽ കൂടുതലൊരു ഡിസ്ക്രിപ്ഷൻ അവർ തന്നിട്ടില്ല, കാരണം അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഇത് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ലിറ്റർ കപ്പാസിറ്റി പറയുന്നത് 9 ലിറ്ററാണ് അവർ പറഞ്ഞത്. പിന്നെ എനിക്ക് മൊത്തത്തിൽ കണ്ടപ്പോൾ നല്ലൊരു രസമുള്ള ബൈക്കായിട്ട് ഫീൽ ചെയ്തു, കാരണം നല്ലൊരു ലുക്കുണ്ട്. ആര് കണ്ടാലും ഒന്ന് നോക്കും. ഇത് നമ്മൾ ഏകദേശം ഒരു KTMൻ്റെ ഡൂക്കിനോട് ഏകദേശം ഒരു കിടപിടിക്കുന്ന ലുക്കൊക്കെയാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ലിക്വിഡ് കൂൾഡ് എൻ്റെ അതേ സെയിം സാധനം തന്നെ ഫ്രണ്ടിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സെയിമായിട്ട് എനിക്ക് തോന്നി. പിന്നെ പൊതുവെ റൈഡിങ് കംഫർട്ടാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് ഇത് വന്നിട്ടില്ല. അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ ഇവർ കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മോഡൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവൊക്കെ വന്നു കഴിയുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വരുമായിരിക്കും. അപ്പോൾ ഇതാണ് FV മോണ്ടിയലിൻ്റെ HPS 300 എന്ന് പറയുന്ന ബൈക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വരിക. ഞാൻ പിന്നെ നമ്മുടെ ചാനലിൽ മൊത്തം ബുള്ളറ്റ് പരമല്ലാത്ത രീതിയിലും ബൈക്കിൻ്റെ റിവ്യൂകളും ഒക്കെ കൂടുതൽ അപ്ലോഡ് ചെയ്തതാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ തന്നെ കമ്പോസ് ചെയ്ത ചില സോങ്ങുകളും അല്ലെങ്കിൽ ഞാൻ മിക്സ് ചെയ്ത സോങ്ങുകളൊക്കെ ചിലപ്പോൾ ഇടും. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് അപ്ലോഡ് ചെയ്യുന്നില്ല. ഞാനതപ്പോൾ എൻ്റെ കൂടി വർക്കായതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അതിനൊക്കെ കുറേ നെഗറ്റീവ് ഫീഡ്ബാക്കൊക്കെ കിട്ടി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഈ വീഡിയോ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാത്രം റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോകൾ മാത്രം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ എന്തെങ്കിലും എന്നോടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. സൈനിങ് ഔട്ട് ഫ്രം RTM.